ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന വനം വകുപ്പിൻ്റെ നിരീക്ഷണത്തിന് പുറത്ത്. ഇന്നലെ മുതൽ ആനയെ കണ്ടെത്താനാവുന്നില്ല എന്ന് വനം വകുപ്പ്. തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ ആയിട്ടില്ല. അതേസമയം ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ ഇന്ന് രൂപീകരിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, വനം വകുപ്പ് നേരത്തെ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ഒരു ആനയെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ആനയെ കാണാനില്ല എന്നുള്ള വിവരമാണോ ഇപ്പോൾ വനംവകുപ്പ് നൽകുന്നത്? ആനന്ദ്. വിനോദ്, കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇത്തരത്തിൽ മസ്തകത്തിൽ കാര്യമായി മുറിവേറ്റ ഒരു കാട്ടാന ഈ അതിരപ്പള്ളി പ്രദേശത്ത് സഞ്ചരിക്കുന്ന കാഴ്ച നമ്മൾ പലതവണ പുറത്തുവിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ആന വളരെ അവശ നിലയിലാണ്. മാത്രമല്ല റോഡിലിറങ്ങി നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടാവുന്നുണ്ട്. വനംവകുപ്പ് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു ന്യായീകരണം ആനയ്ക്ക് ആ തലത്തിലേക്കുള്ള ഒരു മുറിവില്ലാതെ ചികിത്സിക്കേണ്ടതുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് മാത്രമാണ്. പക്ഷേ പിന്നീട് വിമർശനവും പ്രതിഷേധവും ശക്തമാണ് കൂടിയാണ് ഇത്തരത്തിൽ വനം വകുപ്പ് ആനയെ നിരീക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും തുടർന്ന് ഈ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്നലെ മുതൽ ഈ ആനയെ കാണാനില്ലെന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. വനംവകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്ത് ആന പോയി എന്ന് പറയുന്നത്. ജങ്കാർകടവ്, എലിച്ചാണി, പറയാൻപാറ, ഫാക്ടറി പരിസരം, പുഴയോര ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ ആനയെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന.